أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل من يرزقكم من السماوات والأرض قل الله وإنا أو إياكم لعلى هدى أو في ضلال مبين قل لا تسألون عما أجرمنا ولا نسأل عما تعملون قل يجمع بيننا ربنا ثم يفتح بيننا بالحق وهو الفتاح العليم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഏകനായ ദൈവത്തിലേക്ക് അഥവാ അള്ളാഹുവിങ്കലേക്ക്, മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ തൗഹീദിലേക്ക് ആളുകളെ വിളിക്കൽ അല്ലെങ്കിൽ ക്ഷണിക്കൽ സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. ഏകദൈവത്തിലേക്ക് വിളിക്കുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർ നിലവിൽ ശിർക്കിലായിരിക്കും. അവരെയാണ് നമ്മൾ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തൗഹീദിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ, ഏകനായ ദൈവത്തിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ആളുകളെ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ, ബഹുദൈവത്വത്തിൽ നിന്ന് ഏകദൈവത്വത്തിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ അതിന് ചില രീതികളുണ്ട്. അങ്ങേയറ്റം അനുഭാവത്തോടുകൂടി, അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി, അങ്ങേയറ്റത്തെ ഔചിത്യബോധത്തോടു കൂടി വേണം ആളുകളെ തൗഹീദിലേക്ക് വിളിക്കാൻ. വിളിക്കുന്നത് തൗഹീദിലേക്കായിട്ട് കാര്യമില്ല. തൗഹീദിലേക്കാണെങ്കിലും വിളിക്കുമ്പോൾ വിളിക്കൊരു ഔചിത്യമുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊരു ഔചിത്യബോധവും ഒരു ഗുണകാംക്ഷയും ഒരു അനുഭവവും ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ ഇത് വളരെ വ്യക്തമായി മനുഷ്യരോട് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിനോട് തന്നെ അക്കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹൽ, അതിൽ നമുക്ക് കാണാം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ ഹസൻ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നബിയെ താങ്കൾ നാഥന്റെ മാർഗത്തിലേക്ക് ആളുകളെ വിളിക്കുക, ആളുകളെ ക്ഷണിക്കുക, ആളുകളെ വിളിക്കുക. ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, യുക്തിപൂർവം തീർന്ന സതുപദേശത്തോടെയും ഗുണകാംക്ഷയോടെയും ആളുകളെ ക്ഷണിക്കുക. വജാദിൽഹും ബില്ലത്തി ഹിയ ഹസൻ, താങ്കൾ അവരുമായി സംവദിക്കുക. നല്ല രീതിയിൽ സംവദിക്കുക എന്ന് പറയുകയല്ല ചെയ്തത്, ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവദിക്കുക എന്നാണ് പറഞ്ഞത്. നല്ല രീതിയിൽ സംവദിക്കുക എന്നല്ല പറഞ്ഞത്, ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവദിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് ആയത്തിന്റെ അവസാനത്തിൽ, തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്ന റബ്ബക ഹുവ അലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അലമു ബിൽ മുഹ്തദീൻ. അത് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം അല്ലാഹു അവസാനിപ്പിക്കുന്നത്. അഥവാ ആളുകളെ നമ്മൾ സന്മാർഗത്തിലേക്ക് വിളിക്കുമ്പോൾ, ക്ഷണിക്കുമ്പോൾ അങ്ങേയറ്റത്തെ ഔചിത്യബോധവും അനുഭാവവും ഗുണകാംക്ഷയും കാണിക്കണം. 3 കാര്യങ്ങളാണ് അല്ലാഹു അതിനകത്ത് പറഞ്ഞത്. ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. ബിൽ ഹിക്മത്ത്, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിസ്ഡം അഥവാ ഇൻസൈറ്റ് ആൻഡ് ഫോർസൈറ്റ് എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഉൾക്കാഴ്ചയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി,
യുക്തിപൂർവം, വിവേകപൂർവം എന്നൊക്കെ നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, പരിഭാഷപ്പെടുത്താം. ബിൽ ഹിക്മ എന്ന് പറഞ്ഞാൽ സന്ദർഭവും സാഹചര്യവും ഒക്കെ നോക്കി ദീർഘവീക്ഷണത്തോടെ, ഉൾക്കാഴ്ചയോടെ, അങ്ങേയറ്റത്തെ വിവേകത്തോടെ ഇങ്ങനെ വേണം ആളുകളെ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വിളിക്കാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മൗഇദത്തുൽ ഹസന, അഥവാ നല്ല രൂപത്തിൽ അവരെ ഈ കാര്യം ഉപദേശിക്കുക. അവിടെ ഹസൻ എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. അതേസമയം അവരുമായി സംവാദം നടത്തുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്നാക്കി മാറ്റി. അവിടെ നല്ല സതുപദേശം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അല്ലാഹു ഉപയോഗിച്ചത്. അവരുമായി നിങ്ങൾ സംവദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കി പോകരുത്, അവരുമായി തർക്കിക്കുമ്പോൾ, അവരുമായി വാദപ്രതിവാദം നടത്തുമ്പോൾ, അവരുമായി ഖണ്ഡനമണ്ഡന പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ ഈ മാന്യത പാലിക്കണം എന്നല്ല നമ്മൾ മനസ്സിലാക്കരുത്. കാരണം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ തർക്കവിതർക്കങ്ങളില്ല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ വാദപ്രതിവാദങ്ങളില്ല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ ഖണ്ഡനമണ്ഡന പ്രസംഗങ്ങളില്ല. ഇതൊന്നും അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നിടത്ത് ഇതില്ല. ഇത് എന്തുകൊണ്ട് ഇല്ലാതെ പോയി എന്ന് ചോദിച്ചാൽ ഇതിലൂടെ ഒന്നും അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ആ നിലക്ക് ഒരു ഖണ്ഡനമണ്ഡന പ്രസംഗങ്ങളോ തർക്കവിതർക്കങ്ങളോ ഒക്കെ നടത്തിയത് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ അള്ളാഹ് പറഞ്ഞാൽ അത് നടത്തുമ്പോൾ നിങ്ങൾ മാന്യത പാലിക്കണമെന്നല്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല. പിന്നെ അള്ളാഹ് പറയുന്ന എന്താണ്? നിങ്ങൾ അവരുമായി സംവദിക്കുമ്പോൾ ആ സംവാദം ഈ പറഞ്ഞ കോലത്തിലേക്കൊന്നും പോകാതെ വളരെ മോസ്റ്റ് ഗ്രേഷ്യസ് ആൻഡ് മോസ്റ്റ് കൈൻഡ്ലി മാനർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ, അതിൻ്റെ മെത്തഡോളജിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ അവരെ ക്ഷണിക്കണം, ഏറ്റവും നല്ല രീതിയിൽ ക്ഷണിക്കണം. അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മോസ്റ്റ് കൈൻഡ്ലി മാനർ, അങ്ങേയറ്റത്തെ ദയയോടുകൂടി വേണം അവരെ ക്ഷണിക്കാൻ. കാരണം അവർ ഇപ്പോൾ ശിർക്കിൽ മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് അവരെ ആ കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്ന് സ്വർഗത്തിൻ്റെ തെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ട രീതി അങ്ങേയറ്റത്തെ ഔചിത്യബോധവും അങ്ങേയറ്റത്തെ വിവേകവും അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടു കൂടി ആയിരിക്കണം എന്നാണ് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് പറയുന്നത് നമ്മളോടല്ല, പ്രഥമവും പ്രധാനമായും പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനോടാണ്. വിളിക്കാൻ ആദ്യം പറഞ്ഞു വിട്ടത് റസൂലിനെയാണല്ലോ. അപ്പം വിളിക്കുമ്പോൾ താങ്കൾ അങ്ങനെ വിളിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന റബ്ബുക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി. അള്ളാഹുവിനറിയാം അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നവരാരാണെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. അതോടൊപ്പം തന്നെ എന്താ അള്ളാഹുവിനറിയാം? ബിൽ മുഹ്തദീൻ, ആരാണ് സന്മാർഗത്തിലുള്ളത്. സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാരാണ്, ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാരാണെന്ന് അള്ളാഹ്ക്ക് നന്നായി അറിയാം. അപ്പണി താങ്കൾ ഏറ്റെടുക്കണ്ട, അത് അള്ളാഹ്ക്ക് നന്നായി അറിയാം. താങ്കൾ ഈ രൂപത്തിൽ അള്ളാഹിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആരുടെയും ഷിർക്കിന്റെ ഗ്രാവിറ്റിയോ തൗഹീദിന്റെ ഗ്രാവിറ്റിയോ ഒന്നും അളക്കാൻ നിങ്ങൾ നടക്കണ്ട. നിങ്ങൾ ആളുകളെ വിളിച്ചാൽ മതി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ പദപ്രയോഗങ്ങളുടെയും അതിലുപയോഗിച്ച വാചകങ്ങളുടെയും ഒക്കെ ടോൺ നമ്മളോട് പറഞ്ഞു തരുന്ന അതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കൽ നമ്മുടെ ബാധ്യതയാണ്, വിശ്വാസിയുടെ ബാധ്യതയാണ്. കാരണം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് ശിർക്കിൽ കൂപ്പുകുത്തി കിടക്കുകയാണ്. അവരെ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. കാരണം അവരെ ആ വഴിക്ക് നമ്മൾ പറഞ്ഞു വിട്ടാൽ അവർ എത്തിച്ചേരാൻ പോകുന്നത് അങ്ങേയറ്റത്തെ ദുരന്തത്തിലേക്കാണ്. ആ ഒരു ഗുണകാംക്ഷയാണ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. മാരകമായ രോഗം ബാധിച്ച ആളോട് നമുക്ക് ദേഷ്യമല്ലോ ഉണ്ടാവുക. മാരകമായ രോഗം ബാധിച്ച ആളോട് നമുക്ക് ദേഷ്യം ഉണ്ടാവുമോ? ദേഷ്യം ഉണ്ടാവില്ല. മാരകമായ രോഗം ബാധിച്ച ആളോട് നമുക്ക് എന്താ ഉണ്ടാവുക? ഗുണകാംക്ഷ ഉണ്ടാവുക. ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ. ശിർക്കെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മാരകമായ ഒരു അപകടാവസ്ഥയാണ് വിശ്വാസപരമായി നോക്കുമ്പോൾ. ആ അപകടാവസ്ഥയിൽ പെട്ട ഒരാളോട് നമുക്ക് ദേഷ്യമല്ല ഉണ്ടാകേണ്ടത്, ആ ആളോട് നമുക്ക് ഫ്രസ്ട്രേഷൻ അല്ല ഉണ്ടാകേണ്ടത്, ആ ആളോട് നമുക്ക് ഗുണകാംക്ഷയാണ് ഉണ്ടാകേണ്ടത്. ആ ഗുണകാംക്ഷയൊന്നും പുലർത്താൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിയ ആ ഗുണകാംക്ഷയൊന്നും പുലർത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷെ എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അങ്ങനെ പറ്റണം, അങ്ങനെയാണ് ആളുകളെ ക്ഷണിക്കേണ്ടത്. കാരണം നമ്മുടെ ലക്ഷ്യം അവരെ തർക്കിച്ച് തോൽപ്പിക്കലല്ല,
നമ്മുടെ ലക്ഷ്യം അവരെ സന്മാർഗത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കലാണ്. ഈ ബോധം ഉണ്ടെങ്കിലാണ് ഈ പണി നടക്കുകയുള്ളൂ. അല്ലാതെ എങ്ങനെയെങ്കിലും മറുകക്ഷിയെ തർക്കിച്ച് അതാണ് തർക്കം ഇല്ലാത്തത്. ഇസ്ലാമിൽ ആ നിലക്ക് സന്മാർഗം ആളുകളിലേക്ക് എത്തിക്കാൻ തർക്കത്തിന്റെ രീതി സ്വീകരിക്കാത്തതിന്റെ കാരണം തർക്കത്തിലൂടെയൊന്നും ഒരു കാര്യം ഒരാളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. വാദപ്രതിവാദത്തിലൂടെയും പറ്റില്ല. ഇമാം ഗസ്സാലി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇത് സംബന്ധമായി പറയുന്നത് നമുക്ക് മനസ്സിലാകും. കാരണം വാദപ്രതിവാദത്തിന്റെ സ്റ്റേജിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒന്നാമത്തെ നിമിഷം അയാളുടെ കൂടെ പിശാചും കൂടി കാലെടുത്തു വെക്കും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ സത്യം പറയലല്ല, എങ്ങനെയെങ്കിലും പ്രതിയോഗിയെ തോൽപ്പിച്ച്, പോരാത്തതിന് പണ്ടത്തേതുപോലെയല്ല. ആ വാദപ്രതിവാദം നടക്കുമ്പോൾ അവിടെ കൂടുന്ന കുറച്ച് ആളുകളെ കാണുള്ളൂ. ഇന്നതല്ല, മൊത്തം റെക്കോർഡ് ചെയ്യാണ്, ലോകം ആകെ കാണുകയാണ്. അവിടെ ഞാൻ തോറ്റുപോവുക, ഞാൻ ഉത്തരം മുട്ടി പോവുക എന്ന് പറയുന്നത് സംഭവിക്കാനേ പാടില്ല. അപ്പൊ ഒപ്പം കയറുന്ന ഒരു പിശാചല്ല, 1000 പിശാച് ഒപ്പം കയറും. അപ്പൊ പിന്നെ അവിടെ ഒന്നും സമ്മതിച്ചു കൊടുക്കാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ടാണ് സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ പ്രവാചകന്മാരാരും തർക്കവിതർക്കങ്ങൾക്ക് നിൽക്കാതിരുന്നത്. കാരണം തർക്കവിതർക്കങ്ങളിലൂടെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല തൗഹീദ് ശരിയാണ് എന്നുള്ളത്. അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് എന്ന് തർക്കവിതർക്കങ്ങളിലൂടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ട അല്ലെങ്കിൽ തെളിയിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അവധാനതയോടുകൂടി പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതാണ്. അപ്പോൾ ആ രീതിയാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ ആരൊക്കെ നരകത്തിലാണ്, ആരൊക്കെ സ്വർഗത്തിലാണ്, ആരുടെയൊക്കെ ശിർക്കാണ് ഏറ്റവും കൂടിയ ശിർക്ക്, ആരുടെയൊക്കെ ശിർക്കാണ് ഏറ്റവും കുറഞ്ഞ ശിർക്ക്, ഇതിൻ്റെ ഒന്നും ഗ്രാഫ് അന്വേഷിച്ച് നടക്കൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയല്ല. നമ്മൾ ആരെയും ആ നിലക്ക് അളക്കുകയും മെഷർ ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായത്തിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെ ചരിത്രത്തിൽ അറിയാവുന്നിടത്തോളം വച്ച് ഏറ്റവും വലിയ ഫാസിസ്റ്റ് കം മുശ്രിക്ക് കം കാഫിറായിട്ടുള്ള ഒരാളുണ്ട്. അതാണ് ഫിർഔൻ. ആ മനുഷ്യൻ അങ്ങേയറ്റത്തെ കുഫറിലും ഷിർക്കിലും മുങ്ങിക്കിടക്കുമ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിനോട് പോയി അദ്ദേഹത്തിനെ തൗഹീദിലേക്ക്, അദ്ദേഹം പരിധി ലംഘിച്ചെടുത്ത് നിന്ന് അള്ളാഹുവിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദഅവത്തിനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ. താങ്കൾ പോകണം, ഫിർഔനിന്റെ അടുത്തേക്ക് പോകണം. ഏറ്റവും വലിയ അക്രമി, ഏറ്റവും വലിയ മുശ്രിക്ക്, ഏറ്റവും വലിയ കാഫിർ, ധിക്കാരിയായ കാഫിർ, അഹങ്കാരിയായ കാഫിർ. ആ കാഫിർ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ വിളിക്കണം, താങ്കൾ പോണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, താങ്കൾ അദ്ദേഹത്തോട് സംസാരിക്കണം, ലയ്യിനായിട്ട് സംസാരിക്കണം, മയത്തിൽ സംസാരിക്കണം, സോഫ്റ്റായിട്ട് സംസാരിക്കണം. ആരോടാണ് ഈ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനോട് സോഫ്റ്റായിട്ട് സംസാരിക്കണമെന്ന്. എന്നിട്ട് അല്ലാഹ് എന്താ പറയുന്നറിയോ? ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഒരു പക്ഷേ അയാൾ ഉത്ബോധനം ഉൾക്കൊണ്ടെങ്കിലോ, അള്ളാഹുവിനെ ഭയപ്പെടാൻ സന്നദ്ധമായെങ്കിലോ എന്നാണ് അല്ലാഹ് പറയുന്നത്. നമുക്കറിയാൻ പാടില്ലേ, അല്ലാഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിൽ ഉള്ളതുവരെ അറിയുന്നവനാണ് അല്ലാഹു. ആ അള്ളാഹ്ക്കറിയാലോ ഇയാളോട് എത്ര സോഫ്റ്റായിട്ട് സംസാരിച്ചാലും ഇയാൾ മുസ്ലിം ആവാൻ പോണില്ല. ഇയാൾ കാഫിറായിട്ട് തന്നെ നിൽക്കും, അയാൾ കാഫിറായിട്ട് തന്നെ ചാകാനുള്ളതാണ് എന്നറിയുമായിരിക്കെ ആ പടച്ച തമ്പുരാനാണ് മൂസാ നബിയോട് പറയണത്, ചെന്നിട്ട് മയത്തിൽ സംസാരിക്കണം, സോഫ്റ്റായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നത്. അള്ളാഹ് ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. ഇത് എന്തിനാണെന്നറിയാമോ? ഇത് മറ്റൊന്നിനുമല്ല, എങ്ങനെയാണ് ആളുകളെ സന്മാർഗത്തിലേക്ക് വിളിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെയാണ്. അവർ വരട്ടെ വരാതിരിക്കട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ആ മനുഷ്യൻ അങ്ങേയറ്റത്തെ ദുർമാർഗത്തിലാണുള്ളത്. ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ, ചിലപ്പോൾ ഉത്ബോധനം ഉൾക്കൊണ്ടാലോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ സഹിക്കണത്. അല്ലാഹ് ഖുർആനിൽ ഇങ്ങനെ പറയാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് നമ്മൾ മിണ്ടാത്തത്. അതേസമയം ഒരു വ്യക്തിയാണിത് പറഞ്ഞാൽ നമ്മൾ അയാളുടെ നേരെ തട്ടിക്കയറും. താൻ എന്ത് വർത്താനാണ് ഈ പറയണത്? ഈ അങ്ങേയറ്റത്തെ ദൈവശത്രുവിൻ്റെ മുമ്പിൽ മയത്തിൽ സംസാരിക്കാനോ? നിങ്ങളെവിടെ ജീവിക്കണത്? നിങ്ങളേത് ലോകത്താണ് ജീവിക്കണത് എന്ന് ചോദിക്കും. ഇത് അല്ലാഹ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തട്ടിക്കയറാത്തത്. കാരണം അല്ലാഹ് പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു പ്രബോധകന്, ഒരു ദാഇക്ക് ഒരുപാട് പാഠങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്.
ഞാനിപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞു വെച്ചതെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ 2 പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാനിടയായി. ഒന്ന് ഒരു സലഫി ധാരയിലുള്ള ഒരു പ്രഭാഷകൻ്റെ പ്രഭാഷണവും, മറ്റൊന്ന് ഒരു സമസ്ത ധാരയിലുള്ള ഒരു പണ്ഡിതൻ്റെ പ്രഭാഷണവും. അതിൽ സലഫി ധാരയിലുള്ള പ്രഭാഷകൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം അദ്ദേഹത്തിനെ ക്രൂശിക്കലല്ല നമ്മുടെ ആവശ്യം. പക്ഷേ പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഔചിത്യം കാണിക്കണം ആളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് താൻ മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ ശിർക്കിനെക്കുറിച്ച്, കുഫറിനെക്കുറിച്ച്, അയാളുടെ അധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എത്രത്തോളം ഔചിത്യം കാണിക്കണം എന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ പ്രഭാഷകൻ പറഞ്ഞ ഒരു കാര്യം, ആദം നബി മുതൽ വന്ന പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, ആ പ്രതിയോഗികളിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഫിറഔനുണ്ട്, കാറൂനുണ്ട്, ഹാമാനുണ്ട്, അബൂജഹലുണ്ട്. ഇവരൊക്കെ പ്രവാചകന്മാരുടെ പ്രതിയോഗികളുടെ ഭാഗത്ത് വന്നതാണ്, പ്രതിയോഗികളുടെ ഭാഗത്തുള്ള ആളുകളാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയാണ്, അവരുടെ എല്ലാവരുടെയും കുഫറും കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വച്ചാൽ സമസ്തയുടെ കുഫറായിരിക്കും കനം തൂങ്ങുക. ഇവരുടെ എല്ലാവരുടെയും കുഫർ അതിൻ്റെ താഴെയാണ് എന്ന് പറഞ്ഞാൽ, ചരിത്രത്തിൽ വന്ന എല്ലാ പ്രവാചകന്മാരുടെയും പ്രതിയോഗികളായിട്ടുള്ള ആളുകളുടെ കുഫർ ഈ സമസ്തയുടെ കുഫറിൻ്റെ താഴെയാണ്. ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ലോകത്ത് സമസ്തക്കാർക്കുള്ള ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇതൊരു വല്ലാത്ത നിരീക്ഷണമായിപ്പോയി എന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ പറഞ്ഞ കാര്യം സ്ഥാപിക്കാൻ എനിക്ക് കഴിയും എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫിറഔൻ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അബൂജഹൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അവർക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ വരികളാണിത്. അദ്ദേഹത്തിൻ്റെ തന്നെ വരികളാണ്, ഞാൻ എൻ്റെ വരികളിലേക്ക് മാറ്റി പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ വരികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഗുരുതരമായ പദപ്രയോഗങ്ങളാണ് തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവർക്ക് നേരെ നടത്തുന്നത് എന്ന്. എന്തൊക്കെ ഗുണകാംക്ഷയുടെ ന്യായം പറഞ്ഞാലും, എന്തൊക്കെ ഗുരുതരമായ പാപമാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും, ഞാൻ പറയുന്നു, അടിസ്ഥാനപരമായിട്ട് അവർ തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. അവരുടെ കാര്യത്തിൽ മാത്രമല്ല. അപ്പോൾ ഈ പണ്ഡിതൻ ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ, സമസ്തയുടെ ബഹുമാന്യനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം മുഷാവറങ്കോക്കെയാണ്, അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു പ്രഭാഷണത്തിലെ വരികളും കൂടി നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. സമസ്തയിൽ നിന്ന് മാറിയാൽ വലാ തമൂത്തുന്ന ഇല്ലാ വൻതും മുസ്ലിമോൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന നിരസിച്ചുകൊണ്ട് പുറത്തു ചാടിയവരായിരിക്കും. ഏത്? സമസ്തയിൽ നിന്ന് മാറിയാൽ. സമസ്തയിൽ നിന്ന് മാറിയാൽ മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റില്ല എന്ന പുള്ളി പറയുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്താകും. ഇത് ഭംഗിവാക്ക് പറയലല്ല, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് സമസ്തയെ പിൻപറ്റലാണ് ഏക മാർഗം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ലാഘവത്തോടു കൂടിയാണ് ആളുകളെ നരകത്തിലാക്കുന്നതും, എത്ര ലാഘവത്തോടു കൂടിയാണ് ആളുകളെ മുശ്രിക്കാക്കുന്നതും, എത്ര ലാഘവത്തോടു കൂടിയാണ് ആളുകളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. ഒരു നിമിഷം ഞാൻ ആലോചിച്ച് പോയി, പടച്ചമ്പുരാനെ, എന്തൊക്കെ കേട്ടിട്ടും എന്തൊക്കെ കണ്ടിട്ടും വേണം ഒരു ദിവസം പിന്നിടാൻ എന്നാലോചിച്ച് പോവുകയാണ്. എന്തിൻ്റെ പേരിലാണ് നമ്മളിതൊക്കെ പറയുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഷിർക്ക് ഗുരുതരമായ പാപം തന്നെയാണ്. വിശുദ്ധ ഖുർആനിന്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാനുൽ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പുത്രനോട് പറയുന്ന ഒരു വാചകമുണ്ട്. അതാണ് നമ്മൾ വ്യാപകമായി കേൾക്കാറുള്ളത്. യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ, ലാ തുശ്രികു ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം, തീർച്ചയായിട്ടും ശിർക്ക് കൊടിയ പാപമാണ്. യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതല്ലാത്തതെല്ലാം ഞാൻ പുറത്തു കൊടുക്കും, ശിർക്ക് ഞാൻ പുറത്തു കൊടുക്കൂല എന്നല്ല പറയാണ്. അത് ദുൽമുൻ അലീമാണ്, അഥവാ അങ്ങേയറ്റത്തെ കൊടിയ പാപമാണ്. അതുകൊണ്ട് നമുക്ക് എന്തില്ല? ശിർക്കിനോട് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ശിർക്കിനോടൊരു കോംപ്രമൈസും ഇല്ല നമുക്ക്. പക്ഷെ അതോടൊപ്പം എന്താ നമ്മൾ മനസ്സിലാക്കണം? ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കിനോട് നമുക്ക് പല അർത്ഥത്തിലും കോംപ്രമൈസ് ഉണ്ട്. ശിർക്കിനോടൊരു കോംപ്രമൈസും ഇല്ല, ഒരു ഘട്ടത്തിലും ശിർക്കിനോടൊരു കോംപ്രമൈസും ഇല്ല. പക്ഷേ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കിനോട് നമുക്ക് പല ഘട്ടത്തിലും കോംപ്രമൈസ് ഉണ്ട്. സബ്ജക്റ്റ് ടു
കണ്ടീഷൻ ആൻഡ് കോണ്ടെക്സ്റ്റ്. നമ്മൾ മുശ്രിക്കുമായിട്ട് ഇടപെടുന്ന കണ്ടീഷൻ, അതുപോലെ തന്നെ സാഹചര്യം, ഇതൊക്കെ അനുസരിച്ച് ആ മുശ്രിക്കിനോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ചില കോംപ്രമൈസുകൾ നമ്മൾ വരുത്തേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ അതിന് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് പോകുന്നില്ല. നമ്മളത് പഠിക്കേണ്ടതാണ്. എല്ലാ മുശ്രിക്കിനോടും ഒരുപോലെയല്ല നമ്മൾ പെരുമാറേണ്ടത്. എല്ലാ ശിർക്ക് ചെയ്യുന്ന ആളുകളോടും ഒരുപോലെയല്ല നമ്മൾ പെരുമാറേണ്ടത്. എല്ലാ ശിർക്ക് ചെയ്യുന്ന ആളുകളെയും നമുക്ക് മുശ്രിക്ക് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ കുഫർ ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാഫർ എന്ന് വിളിക്കാൻ പറ്റാത്തതുപോലെ ഒരുപാട് കുഫറുണ്ട്. ആ കുഫറിന്റെ പണി ചെയ്യുന്നവരൊക്കെ കാഫറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സിവിയർ ഇമ്പാക്റ്റ് ഉള്ള ശിർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സിവിയർ ഇമ്പാക്റ്റ് ഉള്ള, ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ശിർക്കിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? വഖാലുത്തഖദുർ റഹ്മാനു വലദ, റഹ്മാനായ റബ്ബിന് പുത്രനുണ്ടെന്ന് പറയുന്ന വർത്തമാനം അങ്ങേയറ്റം ഗുരുതരമാണ്. ലഖദ് ജൂതും ശൈഅൻ ഇദ്ദ, അത് അങ്ങേയറ്റത്തെ മൂഢമായ വർത്തമാനമാണ്. ആ വർത്തമാനത്തിന്റെ ഇമ്പാക്ട് എന്താണ്? തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖറുൽ ജിബാലു ഹദ്ദ. ആ അല്ലാഹുവിന് പുത്രനുണ്ട്, ദൈവത്തിന് പുത്രനുണ്ട് എന്ന് പറയുന്ന വർത്തമാനം തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശഭൂമി ആകാശങ്ങളെല്ലാം പൊട്ടിപ്പിളർന്നു പോകും, ഭൂമി വിണ്ടുകീറിപ്പോകും, പർവ്വതങ്ങൾ തവിടുപൊടിയാകും. ഇത്രയും പ്രത്യാഘാതം സൃഷ്ടിക്കാൻ പറ്റുന്ന വർത്തമാനമാണ് എന്ത്? ദൈവത്തിന് പുത്രനുണ്ടെന്ന് പറയുന്നത്. ഇത്രയും പ്രത്യാഘാതം ഉള്ളതാണ് ആ ശിർക്ക്. ദൈവത്തിന് പുത്രന് കൽപ്പിക്കുക എന്ന് പറയുന്ന ശിർക്ക് എന്ന് പറഞ്ഞ അതേ അല്ലാഹു സുബ്ഹാനഹു. ഇതാരാ പറയുന്നത്? ഈ വാദം ആർക്കുള്ളത്? നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വാദം ആർക്കാണുള്ളത് ലോകത്ത്? ഈ വാദമുള്ളത് അഹ്ലു കിതാബുകാർക്കാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനാണ് ഈ വാദമുള്ളത്. ഇതേ പടച്ച തമ്പുരാൻ, ഇത് പറഞ്ഞ പടച്ച തമ്പുരാൻ ആ പറഞ്ഞ കൂട്ടരോടുള്ള സംവാദത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞറിയോ? ലാ തുജാദിലു, നിങ്ങൾ അഹ്ലുൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹി ഹസൻ, നിങ്ങൾ അഹ്ലു കിതാബുകാരോട് നല്ല രൂപത്തിലല്ലാതെ സംവദിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇത്രയും പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകളോടുള്ള സംവാദത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, അവരെ ദീനിലേക്ക് ക്ഷണിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നല്ല രൂപത്തിലല്ലാതെ അവരോട് സംവാദം നടത്തരുത് എന്ന് പറഞ്ഞു. മറ്റേതൊരു തത്വമാണ്. പ്രയോഗത്തിലേക്ക് വന്നപ്പോൾ അല്ലാഹ് മാറി. തത്വം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവഭാവത്തിൽ തന്നെ അവതരിപ്പിച്ചു. പക്ഷെ അതിന്റെ സമീപനത്തിലേക്ക് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും കീപ്പ് ചെയ്യുന്ന എന്താണ്? നിങ്ങൾ ഇല്ലാ ബില്ലത്തി ഹി ഹസൻ, നല്ല രൂപത്തിലല്ലാതെ അവരോട് സംവദിക്കരുത് എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ 34-ാം അധ്യായം സൂറത്തു സബ, അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത്. അത് മറിച്ചു നോക്കിയാൽ നമുക്ക് അതിനേക്കാൾ വലിയൊരു അത്ഭുതം കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുൽമൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർള് ഖുലില്ലാ. നബിയെ, താങ്കൾ അവരോട് ചോദിക്കുക, മൻ യർസുഖു സമാവാതി വൽ അർള്, മൻ യർസുഖു സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് വിഭവം തരുന്നത് ആരാണ് എന്ന് ചോദിക്കുക. നബിയെ പറയുക, അല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. വഇന്നാ ഔ ഇയ്യാകും, ആളുകളുടെ മുമ്പിൽ പ്രബോധനം നടത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാൻ വേണ്ടി അല്ലാഹ് പറയാണ് എന്ത്? ആകാശഭൂമികളിൽ നിന്ന് വിഭവം തരുന്നത് ആരാണ് എന്ന് നബി അവരോട് ചോദിക്കുക. എന്നിട്ട് താങ്കൾ നബിയോട് തന്നെ അല്ലാഹ് പറയാണ്, പറയൂ നബിയെ, കുലില്ല, അല്ലാഹു ആണ്. എന്നിട്ട് നബി എന്താ പറയുന്നു എന്നറിയോ? അവരെ നേരെ നോക്കി, വഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രവാചകന് പറയാൻ പറ്റിയ വാക്കല്ല. ഇന്ന് നമ്മൾ പറയുന്ന തർക്കവിതർക്കങ്ങളുടെയും പ്രബോധനത്തിന്റെ രീതിശാസ്ത്രമൊക്കെ അനുസരിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രവാചകന് പറയാൻ പറ്റിയ പണിയല്ല. കാരണം ഒരു പ്രവാചകൻ 100% സത്യത്തിന്റെ പക്ഷത്ത് നിന്നാണ് സംസാരിക്കുന്നത്. പ്രവാചകൻ അല്ലാഹ് പറഞ്ഞു വിട്ടതാണ്, സ്വയം പ്രചോദിതമായി വന്നതല്ല, അല്ലാഹ് പറഞ്ഞു വിട്ടതാണ്. അതുകൊണ്ട് 100% ശരിയുടെ പക്ഷത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഉള്ളത്, പ്രവാചകന്മാരൊക്കെ ഉള്ളത്. അതേ പ്രവാചകൻ ഇവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. ഒന്നുകിൽ നിങ്ങൾ സന്മാർഗപക്ഷത്താണ്, അല്ലെങ്കിൽ
ഞങ്ങൾ സന്മാർഗപക്ഷത്താണ്. ഇങ്ങനൊരു വർത്താനം റസൂൽ പറയേണ്ട കാര്യമുണ്ടോ? റസൂലിന് എന്നെ സംശയമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ശരിയാ, പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് സംശയമുള്ളതുപോലെയല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിക്കുന്നത്? അല്ലേ? എന്ന യഥാർത്ഥത്തിൽ റസൂലിന് സംശയം ഉണ്ടായിട്ടാണോ? അല്ല. എന്താ കാര്യം? അതൊരു പ്രബോധനത്തിന്റെ ഹിക്കുമത്താണ്. അതൊരു പ്രബോധനത്തിന്റെ ഹിക്കുമത്താണ്. അവരെ ഒരു പുനഃപരിശോധനക്ക് വിധേയമാക്കാൻ അവരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരു വർത്തമാനമാണത്. ഇദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മളൊന്ന് ആലോചിക്കണം. എന്നിട്ട് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറയുന്ന എന്താ നബിയോട്? കുല്ല തുസ്അലൂന അമ്മാ അജ്റംന. അതെ, നിങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൊന്നുമില്ല. ഞങ്ങൾ ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ചൊന്നും നിങ്ങളോട് ചോദിക്കൂല. വലാ നുസ്അലു അമ്മാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങളോടും ചോദിക്കൂല. പിന്നെന്താണ്? കുൽ യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം വിളിച്ചു കൂട്ടും, ഒന്നിച്ചു കൂട്ടും. കൂട്ടിയതിന് ശേഷം ഹക്കായ വിധി, നീതിപൂർണമായ വിധി അള്ളാഹ് കൽപ്പിക്കും. അള്ളാഹു നീതിപൂർണമായ വിധി എത്രയോ അറിവുള്ള പടച്ച തമ്പുരാൻ, അങ്ങേറ്റത്തെ അറിവുള്ള പടച്ച തമ്പുരാൻ എത്ര നീതിപൂർണമായ വിധി കൽപ്പിക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആയത്ത്. ഇവിടെ റസൂല് പറയുന്നത്, നിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് ഞങ്ങളോട് ചോദിക്കൂല, ഞങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളോടും ചോദിക്കൂല. നമ്മൾ രണ്ടു കൂട്ടരിലെ ഏതോ ഒരു കൂട്ടർ സന്മാർഗത്തിലാണ് അല്ലെങ്കിൽ ദുർമാർഗത്തിലാണ് എന്നൊക്കെയാണ് റസൂൽ സംസാരിക്കുന്നത്. നമ്മുടെ ഭാഷയിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതിന്റെ കാര്യം എന്തിരിക്കുന്നു? 100% ശരിയായ റസൂൽ പറയാണ്, ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞ ശരിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ശരിയാണ്. ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്താ അതിന്റെ കാരണം? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതൊക്കെ ഒരു സന്ദേശം, ഒരു മെസ്സേജ് ഒരാളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഗുണകാംക്ഷയോടുകൂടി കൺവേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, പകർന്നു നൽകാൻ ശ്രമിക്കുമ്പോൾ അയാൾ പാലിക്കേണ്ട ചില ഹിക്കുമത്തുകളാണതല്ല. ഇത് അള്ളാഹ് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹ് പറയിച്ചതാണ്. ഒന്നുകിൽ ഞങ്ങളോ ആരോ ഒരു കൂട്ടർ സന്മാർഗത്തിലാണ്, ആരോ ഒരു കൂട്ടർ ദുർമാർഗത്തിലാണ്. ഇങ്ങനെ ഒരു ശൈലിയിൽ സംസാരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായം സൂറത്തു സബയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ആരെക്കുറിച്ചാണ് ഈ പറച്ചിൽ? ഇപ്പൊ ഞാൻ പറഞ്ഞ പറച്ചിൽ മുഴുവൻ ഫിറൗനിനെ കുറിച്ച് പറഞ്ഞു, ദഅവത്തിലേക്ക് ആളുകളെ വിളിക്കുമ്പോൾ പറയേണ്ട തത്വദീക്ഷയെ കുറിച്ച് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ പറയുന്ന അഹ്ലു കിതാബുകാരോട് സമീപിക്കേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞു. ശിർക്കിൽ മുങ്ങിക്കുളിച്ച ആളുകളോട് പറയേണ്ട കാര്യങ്ങളെ കുറിച്ച് അവസാനം ഞാൻ പറഞ്ഞു, സൂറത്ത് സബയിലെ കാര്യം ഉദ്ധരിച്ച്. ഇതൊക്കെ ആരോടാണ്? ശിർക്കിൽ മുങ്ങി നിൽക്കുന്ന ആളുകളോടാണ്. ശിർക്കിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, നിരാക്ഷേപം ശിർക്ക് ചെയ്യുന്ന ആളുകളോടുള്ള സമീപന രീതിയെക്കുറിച്ചാണ് ഈ പറഞ്ഞതെല്ലാം. എന്നാൽ അഥവാ തങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് അവകാശപ്പെടുകയാണ് അവർ. ഞങ്ങൾ മുസ്ലിങ്ങളല്ല, ഞങ്ങൾ മുശ്രിക്കുകളാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഞങ്ങൾ മുശ്രിക്കുകളാണ് മുഹമ്മദേ എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ട് എന്നവർ സമ്മതിച്ചിരുന്നു. ഞങ്ങൾ പങ്കു ചേർക്കുന്നത് ഇന്ന ഉദ്ദേശത്തിലാണ്. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരെ പങ്കുചേർക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പൊ അവർ മുശ്രിക്കുകളാണെന്ന് സമ്മതിച്ചിരുന്നു, അവർ ഓൺ ചെയ്തിരുന്നു, അവർ ക്ലെയിം ചെയ്തിരുന്നു. അവരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത്. എന്നാൽ തങ്ങൾ 100% മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുകയാണ്, ക്ലെയിം ചെയ്യുകയാണ്. തങ്ങൾ പറയുന്ന വിശുദ്ധ ഖുർആനെ അവർ എൻഡോസ് ചെയ്യുകയാണ്. തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് അവർ സമ്മതിക്കുകയാണ്. തങ്ങൾ മുശ്രിക്കുകളല്ലാന്ന് അവർ പറയുകയാണ്. അപ്പൊ അവരോട് നമ്മൾ സമീപിക്കുമ്പോൾ എത്ര സൂക്ഷ്മമായ സമീപനം നമ്മൾ കീപ്പ് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരക്കാരെ നമ്മൾ തൗഹീദിലേക്ക് വിളിക്കുമ്പോൾ, തൗഹീദിനെ കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ എത്രത്തോളം സൂക്ഷ്മമായ ഒരു സമീപനമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ അള്ളാഹുവിലേക്ക് ആളുകളെ വിളിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ്. പക്ഷെ വിളിക്കുമ്പോൾ അവരെ കാഫറാക്കാനോ, അവരെ മുശ്രിക്കാക്കാനോ, അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനോ, അവരുടെ ശിർക്കിന്റെ ഗ്രാവിറ്റി, ഇന്റൻസിറ്റി അളക്കാനോ ഒന്നും നമ്മൾ നടക്കേണ്ടതില്ല. മാത്രമല്ല, ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കറ തീർത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പറഞ്ഞ കുറേ കുറ്റവാളികളുണ്ട്. വിശുദ്ധ ഖുർആൻ അവരെ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഫിർഔനുണ്ട്, അതിൽ മറ്റു പലരുമുണ്ട്. ഒരിക്കലും നമ്മൾ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ഈമാനിനെ അവരുമായി സമീകരിക്കാൻ നമ്മൾ ഒരു ഘട്ടത്തിലും ശ്രമിക്കരുത്. അത് ശ്രമം ഗുരുതരമായ പാപമാണ്. അള്ളാഹു തുറന്നു പറഞ്ഞ, അള്ളാഹു അറ്റസ്റ്റ് ചെയ്ത
ആളുകളുടെ ശിർക്കുമായി നമുക്കിനി എത്ര തന്നെ ശരിയാണെന്ന് തോന്നിയാലും ആ ആളുകളുടെ ശിർക്കുമായി നമ്മൾ ഒരിക്കലും സമീകരിക്കരുത്. അത് ശരിയായൊരു രീതിയല്ല. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് ഞാൻ സമസ്തയെ വൈറ്റടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന്. ഞാൻ സമസ്തയെ വൈറ്റടിക്കാൻ ശ്രമിക്കുകയല്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, സമസ്തയുടെ പണ്ഡിതനല്ലേ പറഞ്ഞത്, സമസ്തയെന്ന് പോയ പിന്നെ മുസ്ലിം അല്ല. ആരെയും വൈറ്റടിക്കാനല്ല, ആരെയും വെളുപ്പിക്കാനുമല്ല ഇത് പറഞ്ഞത്. സമസ്ത ശിർക്കെന്ന് പറയാവുന്ന ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും പ്രമോഷൻ കൊടുക്കുന്നുണ്ട്, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ അതിനെല്ലാം നമ്മൾ തിരുത്തുന്നത് ഫിറഔനിനേക്കാൾ മാരകമാണ് ഇവരുടെ ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല. ഖുർആൻ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ശിർക്കിനോട് ഒരു കോംപ്രമൈസും നമുക്കില്ല, പക്ഷെ മുശ്രിക്കിനോട് പല കോംപ്രമൈസും നമുക്കുണ്ട്. ഇതുപോലെ തന്നെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകും, കുഫറിന്റെ പണിയെടുക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകും. അവരോടും നമുക്ക് പല അർത്ഥത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും അവർ ചെയ്യുന്ന ശിർക്കിനോടും കുഫറിനോടും നമുക്കൊരു കോംപ്രമൈസും ഇല്ല. ഇത് തിരിച്ച് മനസ്സിലാക്കണം നമ്മൾ. തത്വം വേറെ, സമീപനം വേറെ, പ്രിൻസിപ്പിൾ വേറെ, പ്രാക്ടീസ് വേറെ, സിദ്ധാന്തം വേറെ, സമീപനം വേറെ. ഇത് തിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിൽ അതിന് ധാരാളം തെളിവുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത് പ്രബോധനമല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ശിർക്ക് തൗഹീദിനെ മറ്റേ ഫിറൗനേക്കാൾ വലിയ ശിർക്കാണ്. ഫിറൗൻ സ്വർഗത്തിൽ പോയാലും നിങ്ങൾ സ്വർഗത്തിൽ പോകൂല, അല്ലെങ്കിൽ ഫിറൗൻ നരകത്തിൽ പോവുകയാണ്, പിന്നെ നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കോ എന്നൊക്കെയുള്ള ചോദ്യത്തിലൂടെ പ്രബോധനമല്ല നടക്കുക, പ്രകോപനം ഉണ്ടാക്കലാണ്. അത് പ്രകോപനം ഉണ്ടാക്കലാണ്. അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ഒരു മനുഷ്യനെയും അത്തരത്തിലുള്ള സംസാരം മാറി ചിന്തിക്കാനല്ല പ്രേരിപ്പിക്കുക, ഒരു തിരിഞ്ഞുനോട്ടത്തിനല്ല പ്രേരിപ്പിക്കുക, ഒരു തിരിച്ചടിക്കാണ് പ്രേരിപ്പിക്കുക. ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചടിക്കണം. അപ്പൊ തിരിച്ചും കാഫറാക്കും, തിരിച്ചും മുശ്രിക്കാക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് മാറി ചിന്തിക്കുക. നമ്മൾ ആരെങ്കിലും നന്നാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതാ പ്രശ്നമുള്ളൂ. നന്നാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ വളരെ മാന്യമായി വേണം സംസാരിക്കാൻ. ഇത് ഖുർആൻ പറയുന്നതാണ്, അല്ല നമ്മുടെ സൈക്കോളജി അനുസരിച്ച് പറയുന്നതൊന്നുമല്ല. ഇത് ഖുർആൻ തന്നെ പറയുന്ന സൈക്കോളജിയാണ്, പ്രവാചകനോട് പഠിപ്പിച്ച സൈക്കോളജിയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ഇപ്പം ഇത്ര വാശി പിടിക്കുന്നത്? എന്തിനാണ് നമ്മളിത്ര നിർബന്ധിക്കണത്? എന്തിനാണ് നമുക്കിത്ര ദേഷ്യം വരേണ്ട കാര്യം എന്തിരിക്കുന്നത്? നമ്മളല്ലല്ലോ സ്വർഗം കൊടുക്കണത്, നമ്മളെ സ്വർഗം കൊടുക്കണേ. നമ്മളുടെ ഈ വാശി, നമ്മളുടെ ഈ ദേഷ്യവും നമ്മളുടെ ഈ ഫ്രസ്ട്രേഷനൊക്കെ കണ്ട വിചാരിക്കും ഈ താക്കോല് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്, അതുകൊണ്ട് ഇത് നീതിപൂർവ്വം ചെയ്തില്ലെങ്കിൽ അള്ളാഹ് എന്നെ പിടിക്കുള്ളൂ എന്നതോ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ വാശി പിടിക്കുന്ന എന്തിനാണ്? നമ്മൾ വെളിവും വെള്ളിയാഴ്ചയുള്ള ആളുകളോടല്ലേ സംസാരിക്കുന്നത്. അവർ തീരുമാനിക്കട്ടെ, അവർ തിരഞ്ഞെടുക്കട്ടെ ഏതാണ് ശരി. നമുക്ക് സംസാരിക്കാമെന്ന്, നമുക്ക് മാന്യമായ ഭാഷയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. ആളുകൾ ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളട്ടെ. ഉൾക്കൊണ്ടില്ല എന്ന് വിചാരിച്ചാൽ അയാൾ എന്താ ഉൾക്കൊണ്ട് നീ അത് പറഞ്ഞിട്ട് എന്താണ്? ഇന്ന ആൾ ഉൾക്കൊണ്ടില്ലല്ലോ, അതുകൊണ്ട് നീ ശിക്ഷിക്കണം എന്ന് അല്ല പറയോ? അല്ല പറയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ എന്താ? യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, സത്യവിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്ക്. നിങ്ങൾ നിങ്ങളുടെ നരകത്തെക്കുറിച്ച് ആലോചിക്ക്, നിങ്ങളുടെ സ്വർഗത്തെക്കുറിച്ച് ആലോചിക്ക്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലാ യദുറുക്കും വല്ല ഇത് തദൈതും. ആരൊക്കെയാണ് വഴികേടിലുള്ളത്, ആരൊക്കെയാണ് സന്മാർഗത്തിലുള്ളത് എന്നൊക്കെ അള്ളാഹ്ക്ക് നന്നായി അറിയാം. എന്നിട്ട് അള്ളാഹ് പറയുന്നു ഇലല്ലാഹി മർജിഉക്കും ജമിഅൻ ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു, ഒരാൾ പറഞ്ഞു കേട്ട് മറ്റയാൾ കേട്ടില്ല, മറ്റയാൾ ശിർക്ക് ചെയ്ത്, മറ്റയാൾ കുഫ്ർ ചെയ്ത്, ഈ നിങ്ങൾ എവിടെ പോയാലും അവസാനം എൻ്റെ അടുത്തേക്കാണ് വരിക. ഇലല്ലാഹി മർജിഉക്കും ജമിഅൻ, നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അപ്പം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരും എന്നുള്ള പറയാണ്, വിശദീകരിച്ചു തരും എന്നുള്ള പറയാണ്. അതോടൊപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ ഖുതുബകളിലൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 88-ാം അധ്യായം സൂറത്തുൽ ഹാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നബിയെ, താങ്കൾ ഉത്ബോധിപ്പിച്ചോ, താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞോ, ശിർക്കിന്റെ ഗൗരവം പറഞ്ഞോ, തൗഹീദിന്റെ പ്രാധാന്യം പറഞ്ഞോ, സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞോ, താങ്കൾ പറഞ്ഞോ. പക്ഷെ നിർബന്ധിക്കണ്ട, ആ പണി താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല. താങ്കൾ അവരോട് ദേഷ്യപ്പെട്ടു എന്ന് ഇത് പറയേണ്ട കാര്യമില്ല. താങ്കൾക്ക് പറയാനുള്ള സോഫ്റ്റ് മാനറിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താണ്? ഇന്നയിലൈന അയ്യാബഹും, അവര് മരിച്ചു കഴിഞ്ഞ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, അവരെ ഹിസാബ് ചെയ്യേണ്ടത്, അവരെ ചോദ്യം ചെയ്യേണ്ടതും, അവർക്ക് അവർ ചെയ്ത തിന്മകൾക്കനുസരിച്ച് ശിക്ഷ കൊടുക്കേണ്ടതൊക്കെ എൻ്റെ ബാധ്യതയാണ്. അത് ഞാൻ ചെയ്തോളാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പറയുന്ന ഖുർആൻ വെച്ചിട്ട് നമുക്ക് ആളുകളോട് പ്രബോധനത്തിന്റെ പേരിൽ ചൂടാവാൻ പറ്റുന്ന എങ്ങനെ? നമ്മളെ തല്ലണി പിന്നെ ചൂടാകാന്ന് വയ്ക്കാം, അല്ലാത്ത നമ്മൾ പ്രസംഗിക്കുമ്പോൾ എന്തിനാണ് ചൂടാവണത്?
നമ്മൾ പ്രസംഗിക്കുമ്പോൾ എന്താണ് ഈ ഫ്രസ്ട്രേഷൻ കാണിക്കേണ്ട കാര്യം എന്തിരിക്കുന്നത്? വേണമെങ്കിൽ സ്വർഗം കിട്ടും, ഇല്ലെങ്കിൽ വേണ്ട. മറ്റൊരു വശം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഒരു മതപരമായ മാനമല്ല. ഇപ്പം നമ്മൾ ഇതിൻ്റെ മതപരമായ മാനമാണ് പറഞ്ഞത്. മതപരമായ മാനാണ്, പ്രബോധനത്തിൻ്റെ മതപരമായ മാനമാണ് ഞാൻ പറഞ്ഞത്. ഇതിന് പക്ഷേ ഇത്തരം വർത്തമാനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്, രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ മുസ്ലിം സംഘടനകൾ തമ്മിൽ പരമാവധി അടുക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ. അതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്, രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്. അടുക്കേണ്ട സന്ദർഭമാണ്. എന്താ കാരണം? ഒരു വശത്ത് സംഘപരിവാറിന്റെ വെല്ലുവിളി. ബീഹാറിൽ ഗ്രാമത്തിലൂടെ വസ്ത്രം വിറ്റ് നടന്ന മുഹമ്മദ് അദർ ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യനെ പാൻസ് അഴിച്ചു നോക്കിയിട്ടാണ് അവർ തല്ലിക്കൊന്നത്. ആ പാൻസ് അഴിച്ചെന്തിനാണെന്നറിയാമോ? അയാൾ മുജാഹിദാണോന്ന് അറിയാനല്ല, അയാൾ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണോന്ന് അറിയാനല്ല, അയാൾ സമസ്തക്കാരനാണോന്ന് അറിയാനല്ല, അയാൾ മുസ്ലിമാണോ എന്നറിയാനാണ്. അങ്ങനെ തല്ലിക്കൊല്ലുന്ന ഒരു ഘട്ടം. അതേ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളാണ് നമ്മുടെ പാലക്കാട് വാളയാറും തല്ലിക്കൊന്നത്. സെയിം സോഫ്റ്റ്വെയർ ആണ് ഇവർ പേറുന്നത്, ഒരേ ഫ്രീക്വൻസിയിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. ഒരു വശത്ത് അത് സംഘപരിവാർ ഭീഷണി, മറുവശത്ത് ഈ നരകവും നരകത്തിലാക്കലും ഈ ശിർക്കുമൊക്കെ കുഫറൊക്കെ അള്ള ഉള്ളപ്പോഴാണല്ലോ. അള്ള ഇല്ലെങ്കിൽ ഈ വക ഒരു പ്രശ്നമില്ലല്ലോ. നരകവും ഇല്ല, സ്വർഗവും ഇല്ല, ശിർക്കില്ല, കുഫറില്ല ഒന്നും. ഞങ്ങൾ അള്ളയിൽ തന്നെ വിശ്വസിക്കണം, നമ്മൾ പോവേണ് എന്നും പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, നാസ്തികതയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെ അവർ നവലിബറൽ ആശയങ്ങളിലേക്ക് പോകുന്നു. മൂന്നാമതൊരു വശത്ത് നമ്മൾ കാണുന്നത് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മുഖ്യമായ 3 വെല്ലുവിളികൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം പെട്ട ഈ ഗ്രൂപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കാനും മുശ്രിക്കാക്കാനും അതുപോലെ തന്നെ മതരാഷ്ട്രവാദിയാക്കാനും ഒറ്റുകൊടുക്കാനും ഒക്കെ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതാ ഞാൻ പറഞ്ഞു, ഇതിനൊരു മതപരമായ മാനവൻ മാത്രമല്ല ഉള്ളത്, ഇതിനൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രത്യാഘാതവും കൂടി ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഔചിത്യബോധം നമ്മൾ കാണിക്കണം. ഇത് പറയുമ്പോൾ ഇനിയിപ്പോൾ ശിർക്കിനെതിരെ ഒന്നും മിണ്ടണ്ട, ബിദഅത്തിനെതിരെ ഒന്നും മിണ്ടണ്ട എന്നല്ല, മിണ്ടണം. മിണ്ടണ്ട പോലെ മിണ്ടേണ്ട സമയത്ത് മിണ്ടേണ്ട സ്റ്റൈലിൽ മിണ്ടണം. അതാ നമ്മൾ പറയുന്നത്. നമുക്ക് പറയാം, അത് നമ്മൾ ഈ മിമ്പറിലും പറയും. പക്ഷേ അപ്പോഴും നമ്മളൊരു മാന്യമായ രീതി. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എത്ര കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും വിയോജിപ്പിന് ഒരു അന്തസ്സുള്ള ഭാഷ സ്വീകരിക്കണം നമ്മൾ. പക്ഷേ നമ്മുടെ ആളുകൾക്കത് കഴിയാറില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ പണ്ഡിതന്മാർ സംസാരിക്കുന്ന ഭാഷയിൽ, ഇവിടെ വേറെ മതത്തിൻ്റെ ആളുകളും പണ്ഡിതന്മാരും ഇല്ലേ, അവർക്കും ഉണ്ടല്ലോ ഇതേപോലെ സംഘടനകളും വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ നമ്മുടെ ആളുകൾ സംസാരിക്കുന്ന ആ ഒരു ഭാവത്തിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? യൂട്യൂബിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല. ഇത് വേണമെങ്കിൽ ഖുർആൻ പറഞ്ഞ പോലെ വലിയ ഒരു ആർജവമുണ്ടെങ്കിലാണ് ഇത്തരം വിയോജിപ്പുകളെ അന്തസാർന്ന ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഏത് സംഘടനയിലും ആകട്ടെ, കുറച്ച് പേര് ജമാഅത്ത് ഇസ്ലാമിലുണ്ടാകും, മുജാഹിദിലുണ്ടാകും, തബ്ലീഗ് ജമാഅത്തിലുണ്ടാകും, അതുപോലെ തന്നെ സമസ്തയിലുണ്ടാകും, ആകാം. അവരവർക്ക് സത്യബോധ്യമെന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ നിൽക്കാം, പ്രശ്നമൊന്നുമില്ല. കാരണം ആരും പരസ്പരം മറുപടി പറയേണ്ട കാര്യമില്ല. വലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളുടെ ചുമട് മറ്റൊരാളെ ഏൽക്കേണ്ട കാര്യമില്ല, നിൽക്കാം. പക്ഷെ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതൊന്നും, പഠിച്ചിട്ടും അറിഞ്ഞിട്ടും ഒക്കെ വേണം നിൽക്കാൻ, അത്രേ ഉള്ളൂ. നിൽക്കുന്നത് ഏതെങ്കിലും സംഘടനയിൽ നിൽക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നല്ലതാണ്. കാരണം ഒരു അതിരടയാളമൊക്കെ നമുക്ക് നല്ലതാണ്, ജീവിതത്തിൽ കുറച്ച് മൊറാലിറ്റിയും അതേപോലെ തന്നെ കുറച്ച് സത്യസന്ധതയും സൂക്ഷ്മതയും ഒക്കെ പാലിക്കാൻ. എവിടമില്ലാതെ നമ്മൾ നിന്നാൽ ഏത് സമയത്തും നമ്മളെ ചെന്നായ പിടികൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, തൊട്ടടുത്ത സംഘടനയിൽ നിൽക്കുന്ന നമുക്ക് അന്യനാകരുത്, നമ്മുടെ പ്രതിയോഗിയാകരുത്. അവനോട് സംസാരിക്കുമ്പോഴും മനുഷ്യത്വത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അവനോട് വിയോജിക്കുമ്പോഴും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി വിയോജിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് സത്യവിശ്വാസിയുടെ സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന, മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന, ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.